ഇതിനാണെങ്കിൽ നമ്മൾ കാലാകാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളിടത്താണ് അതിന്റെ ഇപ്പം പത്രത്തില് ലേഖനം എഴുതേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ തരത്തില് കേരളത്തിലെ സമൂഹത്തിന്റെ അടുത്തൊരു പരാതിക്കാരി സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പിന്തുണ വേണം എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്. ആ സിറ്റുവേഷനിലേക്ക് വീണ്ടും വീണ്ടും എത്തുകയാണ്. എന്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പറഞ്ഞ പോലെ നടിയെ ആക്രമിച്ച കേസിന്റെ റിപ്പർക്കഷൻസ്, പരിണത ഫലങ്ങൾ കഴിഞ്ഞു. നമ്മൾ അതിന്റെ നാൾവഴികൾ കണ്ടു. WCC പോലെയുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് ഉണ്ടായി. അവരുടെ ഇടപെടൽ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം വന്നു എല്ലാ സിനിമാ സെറ്റുകളിലും ICC വേണം എന്നുള്ളത്. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഒരു സിനിമാ പ്രവർത്തകയ്ക്ക് അത് ആലോചിച്ച് നോക്കണം. അവർ ജൂറി മെമ്പർ ആയിട്ടാണ് പോയത്. അവർക്ക് അവരുടെ എക്സ്പെർട്ടീസ് കാരണം നിങ്ങളുടെ എക്സ്പെർട്ടീസ് ഞങ്ങൾക്ക് തരൂ, നിങ്ങൾ വിധികർത്താവായി വരൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കപ്പെട്ട ഒരു സ്ഥലത്ത്, അതായത് അവരുടെ ജോലി സ്ഥലത്ത് അവർക്ക് പിന്നെയും ഇത്രയും അത് കഴിഞ്ഞിട്ടും ഒരു അനീതി നേരിടുകയാണ്. ശരി, അപ്പൊ അനീതി നേരിട്ടു. ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നമല്ല. അവിടെ നമ്മൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പുവരുന്ന തുല്യത എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഗതി ലംഘിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിയമ സംവിധാനത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് നമ്മുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. അത് ഉണ്ടാവുന്നില്ല. അപ്പൊ ഞങ്ങൾ എവിടെ പോണം എന്നുള്ളതാണ്. ഇത് ഒരു പരാതിയുടെ കാര്യമല്ല. ഇപ്പം ഈ കേസിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറ്റാരോപണങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഇച്ചിരിയൊക്കെ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഈ കേസ് പുറത്തു വരുന്നു.